അതായത് ഈ അവസാനത്തെ വ്യക്തി ഇപ്പൊ ദുൽഖർ സൽമാൻ ആ വാഹനം എടുത്തത് ഒരു ആർമി ഉദ്യോഗസ്ഥന്റെ പേരിലെടുത്ത വാഹനമാണ്. അത് കൈമാറി 3 പേരുടെ അല്ലെ 4 പേരുടെ കയ്യിൽ നിന്ന് കൈമാറി ഏറ്റവും അവസാനത്തെ വ്യക്തിയായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഓണറായിട്ടുള്ള ദുൽഖർ സൽമാന്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ദുൽഖർ സൽമാനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ പറ്റുക? കോടതിയിൽ എന്തെങ്കിലും കാണിക്കണ്ടേ? അപ്പോൾ കോടതിയിൽ കാണിക്കുമ്പോൾ എങ്ങനെയാണ് ദുൽഖർ സൽമാൻ മാത്രം കുറ്റക്കാരനാകുന്നത്? അപ്പോൾ ഇതിന് മുൻപെടുത്ത ആളുകൾ കുറ്റക്കാരല്ല, അവർക്ക് എവിടുന്ന് കിട്ടിയെന്നുള്ള സ്രോതസ് നിങ്ങൾ കണ്ടുപിടിച്ചില്ലേ, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിവില്ല എന്നുള്ളൊരു ചോദ്യത്തെ പേടിച്ചുകൊണ്ട് ആ ചോദ്യത്തിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കണ്ടെത്തിയ ഒരു മാർഗമാണ് ഹവാല ഇടപാട്. അതായത് കള്ളപ്പണം വെളുപ്പിക്കാൻ മമ്മൂട്ടിയും ദുൽഖറും കൂട്ടുനിന്നു. പൊന്നു സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള അച്ഛൻ തന്നെ ഒരുപാട് കോടികൾ, തലമുറകൾക്ക് തിന്നാനുള്ള കോടികൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളത്തരത്തിൽ കൂടി വാഹനം ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നത്? കസ്റ്റംസ് ഡ്യൂട്ടിയും കൊടുക്കാതെ ടാക്സും കൊടുക്കാതെ ഒന്നും കൊടുക്കാതെ ഒരു വാഹനം ഇങ്ങോട്ടേക്ക് ഇറക്കാനായിട്ട് സ്വർണ്ണക്കരണ്ടിയിൽ ജീവിച്ച് അല്ലെ ജനിച്ച് വളർന്നവന് എന്തിന്റെ ആവശ്യകതയാണുള്ളത്?